നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഒരു സിനിമ കണ്ടിറങ്ങി. ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ പറയണമെന്ന് തോന്നി. ചാക്കോച്ചൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ കൃത്യമായി ഓഫീസ് ആ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുന്നു ഈ സിനിമയിലൂടെ. ഈ സിനിമ എല്ലാവരും കാണേണ്ട സിനിമയാണ്. മാതാപിതാക്കൾ ഉറപ്പിച്ച് കാണണം. മാതാപിതാക്കൾ കാണേണ്ട സിനിമയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിപത്താണ് മയക്കുമരുന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ വരുത്തി വയ്ക്കുന്ന വിനയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇത് പെൺമക്കളുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കും ഏറ്റവും റിലേറ്റ് ചെയ്യും. കാരണം നമ്മളൊരു കുട്ടികളെ പഠിക്കാൻ അന്യ സ്ഥലങ്ങളിലൊക്കെ വിട്ടു കഴിയുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും അന്വേഷിക്കാൻ പോലും നമുക്ക് സമയമില്ലാത്ത തിരക്കിലായിരിക്കാം. എന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയൊന്നും ആകരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഈ സിനിമ കണ്ടിറങ്ങുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാവുള്ളൂ. ആൺമക്കളുള്ളവരെയും ഇത് തന്നെയാണ്. ആൺമക്കളെ നമ്മൾ ആറ്റുനോറ്റ് വളർത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് നമ്മൾ അന്യനാട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കാൻ വിടുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്തരമൊരു സിനിമ ഈ കാലഘട്ടത്തിന് വേണ്ട ഏറ്റവും വലിയ സബ്ജക്റ്റാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചാക്കോച്ച, നിങ്ങൾ വല്ലാത്ത ഒരു മേക്കിങ്ങിലൂടെ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് നിങ്ങൾ അഭിനയിച്ച് കാഴ്ച വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പോലീസ് വേഷങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ താങ്കൾ അഭിനയിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ ചാക്കോച്ച. ഇനി ആ സിനിമയിലേക്കൊന്ന് ഞാൻ വരികയാണ്. ഈ സിനിമ ആരൊക്കെയാണ് ഈ സിനിമയിൽ ചേർന്നിരിക്കുന്നതെന്ന കാര്യം നമുക്ക് പറയണം. നമുക്കറിയാം, പ്രിയാമണി കുറേ നാളുകൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. മലയാള സിനിമയെ പ്രിയാമണി മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയാതിരിക്കുന്നില്ല. ജിത്തു വർഷം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഡയറക്ഷനാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ചില സിനിമകൾ അങ്ങനെയാണ്. ചില ഡയറക്ടർമാരുടെ കഴിവ് ആ സിനിമയിൽ ഉടനീളം കാണും. അതുപോലെയാണ് ജിത്തു അഷ്റഫിൻ്റെ കരിയറിൽ ആദ്യത്തെ സംവിധാനം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 2025 ഏറ്റവും നല്ല സംവിധായകൻ എന്ന നിലയിലെ പട്ടികയിൽ താങ്കൾ ഉയർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. ജോസഫ് എന്ന സിനിമയും നായാട്ട് എന്ന സിനിമയും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത സിനിമകളാണ്. അത് പോലീസ് സ്റ്റോറികളാണ്. അതേപോലെ തന്നെ ഒരു പോലീസ് സ്റ്റോറിക്ക് സ്ക്രിപ്റ്റ് എന്നത് വലുതാണ്. എന്നുവെച്ചാൽ ഒന്നിന് ആ സിനിമകളിൽ നിന്നും മികച്ചതാകണം അടുത്ത സിനിമയെന്ന് കൃത്യമായി ഷാഹി കബീറിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സ്ക്രിപ്റ്റ് ഏറ്റവും വലിപ്പമുള്ളതായി മാറിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സ്ക്രിപ്റ്റിൻ്റെ വലിപ്പം ഈ സിനിമ കണ്ടു നിറങ്ങുന്നവർക്ക് കൃത്യമായി അറിയാം. റോബി വർഗീസ് രാജാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഫ്രെയിമുകളും സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓരോ ഫ്രെയിമുകളും ഈ സിനിമയ്ക്ക് യോജ്യമായത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ രീതിക്ക് ഫ്രെയിം വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ പിടിച്ചിരുത്തുന്ന തിയേറ്ററിൽ ഇദ്ദേഹം വിജയ് ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ സിനിമയുടെ മ്യൂസിക്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഇത്തരം സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ എഡിറ്ററിൻ്റെ ഒരു കഴിവ് മികച്ചതായിരിക്കണം. ആ എഡിറ്റിങ്ങിലാണ് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നത്. ആ എഡിറ്റ് ചെയ്തിരിക്കുന്ന ചമ്മൻ ചാക്കോ ഗംഭീരമായി എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് സിനിമയിലെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എന്തായാലും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിനിമ തുടങ്ങുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നത് സിനിമ കണ്ടെത്തി കാണാത്ത പ്രേക്ഷകന് കാണും. അദ്ദേഹത്തിൻ്റെ മരണവുമായി അന്വേഷണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ജഗദീഷ് ചേട്ടൻ ഗംഭീരമായിട്ട് ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോകുന്ന റൂട്ടുകളാണ് ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. അത് കണ്ടു തന്നെ നമ്മൾ ആ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്ന് ഓരോ നിമിഷവും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ സിനിമ വർക്കൗട്ട് ചെയ്യാൻ ഡയറക്ടറിന് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചാക്കോച്ചൻ ഞാൻ നേരത്തെ പറഞ്ഞ ചാക്കോച്ചൻ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല സിനിമകൾ പലതും ചാക്കോച്ചൻ്റെ പേരിൽ ഉണ്ടെങ്കിലും അത് മറികടന്നുകൊണ്ടുള്ള ഒരു സിനിമയുടെ പേര് തന്നെയാവും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത ആളുകൾ അവരുടെ പേരുകളെല്ലാം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ പേരുകൾ എല്ലാവരെയും പറയുമ്പോൾ വിട്ടുപോകരുതെന്ന ഒരു ഉദ്ദേശത്തോടെ പേരുകൾ പറയുന്നത് വില്ലൻ കഥാപാത്രങ്ങളായി വന്നിരിക്കുന്ന പ്രായം കൊണ്ട് ചെറുപ്പമായ കുട്ടികൾ എന്ന് വേണം പറയാൻ. ഇവരുടെ വില്ല വേഷം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതെന്നാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കഥാപാത്രങ്ങളിൽ ഒരു അച്ഛനുണ്ടാകുന്ന വേദന, ഒരു പോലീസ് ഓഫീസർ ആകുമ്പോൾ അദ്ദേഹം എല്ലാ കേസ് അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുക, അവിടെയാണ് ഈ സിനിമ
പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ പോയിന്റ്. ഒരു പോലീസ് ഓഫീസർ പല കേസും തെളിയിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ ശ്രദ്ധ കുറവുണ്ടാകും. പക്ഷേ സ്വന്തം ചോരയിൽ പിറന്ന ഒരാൾക്ക് ഒരു സംഭവം ഉണ്ടായാൽ അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആ പോലീസ് ഓഫീസർ കൃത്യമായി ആ ഡ്യൂട്ടി നിർവഹിച്ചു. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് പറ്റിയൊരു പേരും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിട്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും മികച്ച സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു 2025 സൂപ്പർ ഹിറ്റ് പടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ചാക്കോച്ചൻ്റെ അഭിനയ മികവ് ഓരോ ഫ്രെയിമിലും കാഴ്ചവെച്ചിരിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ക്ലൈമാക്സ് ആണ്. നമ്മൾ പലതും പ്രതീക്ഷിക്കും. ഈ സിനിമ എങ്ങനെയാണ് അവസാനിക്കുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് എങ്ങനെയാണ് തീർക്കുന്നതെന്ന് പ്രേക്ഷകർ സിനിമ കണ്ടു തന്നെ തീരുമാനിക്കണം. എന്തായാലും സൂപ്പർ സിനിമ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. 2025 നമ്മളെ തിയേറ്ററിൽ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സിനിമ, ഇപ്പോഴത്തെ സമൂഹത്തിന് വേണ്ട ഒരു മെസ്സേജ് നൽകുന്ന സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഇടയ്ക്ക് കൊച്ചിയിൽ ഒരു പെൺകുട്ടിയുടെ വിളയാട്ടം കണ്ടതാണ്. പോലീസ് വാഹനം തല്ലിത്തകർക്കുന്ന ഒരു സീൻ കണ്ടാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ നമ്മൾ എറണാകുളം ടൗണിലൂടെ നടന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു. എത്രയോ കുടുംബത്തിൽ ഉള്ള സ്ത്രീകളും പുരുഷന്മാരും വിദ്യാർത്ഥികൾ എത്രയോ പാതിരാത്രിയോളം ഇവിടെ അഴിഞ്ഞാടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്രയോ നല്ലവരുണ്ട്. അവരവരെ ചീത്തയാക്കുന്ന, വഴിതെറ്റിക്കുന്ന നിലയിലേക്ക് പോകുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്.